ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീണ്ടും ഒരു മീൻ കൃഷി തുടങ്ങാൻ പോവുകയാണ്. ഈ ഒരു ഫീൽഡിലേക്ക് വരികയാണ്. എന്ന് വെച്ചാൽ ബൾക്കായിട്ട് വളർത്താൻ എന്നല്ല, ഒരു 3-5 പാത്രത്തിലൊക്കെ വളർത്താൻ വേണ്ടി എനിക്കൊരു ഇഷ്ടത്തിന് കൊണ്ട് വളർത്തുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ ഒരു പാത്രത്തിന് ഈ ഒരു ബേസിനിൽ ഇപ്പോൾ ആകെ ഒരു ഒറ്റ പേര് മീനുള്ളൂ, ഗപ്പിയുള്ളൂ. അപ്പോൾ അതിന് ഈ ഒരു ബേസിൽ ധാരാളം ചെടിയില്ല. അതിപ്പോൾ എന്തായാലും ചെടി എന്തായാലും എനിക്ക് വാങ്ങണം. എന്തായാലും അതിപ്പോൾ ആ കടയിലില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ബക്കറ്റിൽ ഇപ്പോൾ വെള്ളം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ അടിയിലാണ് മീൻ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും മീൻ എടുത്തിട്ട് വരാം. നമ്മൾ ഇതങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഈ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഒരേപോലെ ആവാൻ വേണ്ടി 5 മിനിറ്റിന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലിട്ടുണ്ട്. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് കാണാം. ഇതിനൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിമേ ഫ്ലേക്സ് ആണ്. അപ്പോൾ അറിയാം, ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും വളർത്തുന്നത്. അപ്പോൾ തീറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. റേറ്റ് എന്നൊരു 50 റുപ്പീസാണ്. ഫിഷിനും 50 റുപ്പീസ് തന്നെയാണ് വന്നത്. ഒരു ടോട്ടൽ ഒരു 100 റുപ്പീസിൻ്റെ ഒരു ഇതാണ് വന്നിട്ടുള്ളത് ആകെ ചിലവ്. പൈസ പിന്നെ ഓൾറെഡി ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് സീനില്ല. അതിനൊരു എക്സ്പെൻസ് നമുക്ക് വന്നിട്ടില്ല. എന്തായാലും കഴിഞ്ഞിട്ട് കാണാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഏകദേശമൊക്കെ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മൾ വെള്ളം നിറച്ച് ആകാനുണ്ട്. നമ്മുടെ അത് ഫീമെയിലും അതിന് മുകളിൽ കിടക്കുന്ന മെയിലാണ്. ഓക്കെ, അവിടെ മീനോടെ സെറ്റാണ്. ഫസ്റ്റ് ടാങ്കാണ്. കഴിച്ച് ഇവിടെ ഒരു താമരക്കുളം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അതിലിപ്പോൾ ഒന്നുമില്ല, വെറുതെ അവിടെ ഇട്ടിരിക്കുകയാണ്. കണ്ടത് അപ്പോൾ ഇവിടെ വൃത്തികേടാണ്. ഞാൻ ഇപ്പോൾ ഒന്നും നോക്കാറും കൂടിയില്ല കടിക്ക്. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടാങ്ക്. അതല്ലാതെ ഒരു ടാങ്ക് കൂടി ഉണ്ട്, ഫിഷ് ടാങ്കാണ്. അടിയിൽ ചെറിയൊരു ചിഹ്നൽ വന്നിട്ടുണ്ട്. സോ അത് ലീക്ക് ആവുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതിലിപ്പോൾ ഒന്നും കിട്ടുന്നില്ല, അതിനുള്ള മീനൊന്നും ഇല്ല. പിന്നെ ആരെണ്ണെണ്ണാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നേരെ മഴ കൊണ്ട് ഫുള്ള് നിറയും. ഒറ്റ മഴയ്ക്ക് ഫുള്ള് നിറഞ്ഞു ഒഴുകും. അത്ര അധികം നല്ല മഴയാണ് വരുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, അതിൽ തന്നെ കിടക്കട്ടെ. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് മാറ്റാനുള്ള സ്പേസ് അപ്പം നമുക്ക് അപ്പം നോക്കാം. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര കഴിഞ്ഞുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.